ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം കുറേ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ കോഴികളുടെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഒന്നാമത്തെ ഇവിടെ മഴ ഭയങ്കരമായിട്ടും ഉണ്ട്. ഉച്ച കഴിയുമ്പോൾ എല്ലാ ദിവസവും മഴയാണ്. അപ്പോൾ ഇന്ന് തന്നെ കണ്ടോ നല്ല മഴക്കാർ നിൽക്കും, ഇപ്പോൾ പെയ്യും. അപ്പോൾ അതിക്ക് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഴയതിനെക്കാട്ടിലൊക്കെ നല്ല ഉഷാറായിട്ട് വലുതായിട്ടില്ല കണ്ടോ. ഇതാണ് നമ്മുടെ ആ റെഡായിട്ടൊക്കെ കാണുന്ന കുട്ടികൾ. അതൊക്കെയാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് മേടിച്ച പൊടി കുഞ്ഞുങ്ങൾ. അവരൊക്കെ ഇപ്പോൾ ഒരു അരപ്രായമായി കിട്ടി കേട്ടോ. അത്യാവശ്യമൊക്കെ വലുതായിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും വലിപ്പം തോന്നുന്നില്ല, പക്ഷേ അവർ അത്യാവശ്യം വലുതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ വൈറ്റ് ഇപ്പോൾ ആ കൊത്തുകൂടുന്നില്ല, മറ്റേ ആ പുള്ളി, പിന്നെ അതാ നിൽക്കുന്ന മറ്റേ കയറി വരുന്നിടത്ത് നിൽക്കുന്ന ആ ഒരു ഓറഞ്ച് കളർ ഇവിടെ, പിന്നെ കാപ്പിരിപ്പൂവൻ, ഇവരൊക്കെ ഒന്നിച്ചൊരു ബാച്ചായിട്ട് മേടിച്ചു, ഒരു ബാച്ച് കുഞ്ഞുങ്ങളാണ്. പക്ഷേ അവരും നല്ലോണമൊക്കെ വലുതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് ഉണ്ട്, ആ വൈറ്റ് ഇവിടെയൊക്കെ ഏകദേശം കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ മുട്ടയിടാൻ വരുമാവും തോന്നുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അവർ മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിന് മുമ്പത്തെ ബാച്ച് എന്തായാലും നമുക്ക് മുട്ടയിട്ട് തുടങ്ങി. കരിങ്കോഴിയും നാടനും ഒക്കെ മുട്ടയിട്ട് തുടങ്ങി. പിന്നെ അതിനകത്തുണ്ടായിരുന്നൊരു നേക്കഡ് നെക്ക്, അവൾ അടയായിട്ടുണ്ട് പൊരുന്ന്. അപ്പോൾ അവൾക്കിനി മുട്ട വെച്ച് കൊടുക്കണം. പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ രണ്ടാമത് മേടിച്ച മറ്റേ വൈറ്റൊക്കെ അവർ മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പം മേടിച്ച ഈ കുട്ടികളുണ്ടല്ലോ ഇവരൊക്കെ പിന്നെ മുട്ടയിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കങ്ങനെ ഓരോ ബാച്ച് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് മുട്ടയ്ക്ക് വലിയ ക്ഷാമമില്ലാണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്കും ആവശ്യത്തിനുള്ള മുട്ടയും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ മേടിച്ചിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ഇവരെ ഇട്ടിരിക്കുന്ന ഈ ഷെഡ് കണ്ടോ, ഇത് മൊത്തത്തിൽ അങ്ങ് പന്നലായി പോട്ടെ, നശിഞ്ഞു പോയി മൊത്തം കണ്ടോ. മഴ പെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ നമ്മുടെ ഇതിനകത്തേക്ക് വീഴുന്നുള്ളൊരവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഒരു 2-3 ദിവസത്തിനകത്ത് പൊളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് കമ്പും സാധനങ്ങളൊക്കെ പുതിയ ഷീറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം, വലയൊക്കെ മേടിച്ചിട്ട് വേണം ഇത് മൊത്തത്തിൽ അങ്ങ് പൊളിച്ച് കളഞ്ഞ് നമ്മൾ നല്ല സെറ്റായിട്ടൊരു അടിപൊളി ഒരു ഷെഡ് ഇവർക്ക് വേണ്ടി പണിത് കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് കാടയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുൻപ് കാട ഉണ്ടായിരുന്നു, ഒത്തിരി കാട ഉണ്ടായിരുന്നു. കാട നമുക്ക് മറ്റേ മുട്ട സെയിലും ഉണ്ടായിരുന്നു കണ്ടോ. നമുക്ക് ഇത്രയും സ്പേസ് കിടക്കുകയാണ്. അപ്പോൾ ഇച്ചിരിയും കൂടെ കാര്യമായിട്ട് ഒരു ഷെഡ് നല്ല വൃത്തിക്ക് അങ്ങ് പണിയാക്കി നമുക്ക് അതിനകത്ത് കാടക്കൂടൊക്കെ പഴയ കൂട് അതേപോലെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്ത് വെച്ചപ്പോൾ കുറച്ച് കാട ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാട വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കാടയും കൂടെ ഇടാമെങ്കിൽ നമുക്ക് കുറച്ച് കളയുമ്പോൾ അവർ മുട്ട ഇടുമല്ലോ. അപ്പം നമുക്ക് ആ കാട മുട്ടയുടെ സെയിൽ പഴയ പോലെ ഇത്തിരി ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടുന്ന രീതിയിൽ തുടങ്ങി പോവാന്നാണ് വിചാരിക്കണത്. അപ്പോൾ അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വന്നു കഴിയുമ്പം അവരുടെ വീഡിയോയും കാര്യങ്ങളും ഓരോ ദിവസത്തെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. ഇതാണ് നമ്മുടെ കോഴിമക്കളൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ടല്ലോ. എല്ലാവരും പറ്റുന്നവരൊക്കെ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു.